വെൽക്കം ബാക്ക് ടു മൈ ഇന്റേണൽ എക്സാം വ്ളോഗ്. എനിക്ക് നല്ല പനി മാറിയ പക്ഷെ എന്നാലും കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് പനിക്കണമുണ്ട്. അപ്പം ഞാൻ വൈകുന്നേരമാണ് ബ്രെഡും ഇഞ്ചിയിട്ട കട്ടൻ ചായ ഉണ്ട്. ഇതാട്ടോ സിലബസൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് അല്ല, ഫോറൻസിക്കും അല്ല, സൈക്കോളജി അറ്റ് വർക്ക് അല്ല, സൈക്കോളജി ഓഫ് പേഴ്സണാലിറ്റി ആണ് നാളത്തെ എക്സാമിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാളേക്ക് പഠിക്കാനുള്ള വിഷയമാണിത്, സൈക്കോളജി ഓഫ് പേഴ്സണാലിറ്റി. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. പിന്നെ ഇത് 4 എണ്ണമാണ് നാളത്തെ എക്സാമിനുള്ളത്. അപ്പോൾ നമുക്ക് 4 പഠിക്കാം. ഇതാണ് ഇന്റേണൽസ് ടൈം ടേബിൾ. നാളെ പേഴ്സണാലിറ്റി ആണ്, പിന്നെ ഉള്ളത് തിങ്കളാഴ്ച, പിന്നെ ചൊവ്വാഴ്ച, ബുധനാഴ്ച. കൗൺസിലിംഗ് സൈക്കോളജി കുഴപ്പമില്ല, സൈക്കോളജി വർക്കും കുഴപ്പമില്ല. പക്ഷെ ഫോറൻസിക് ആൻഡ് ക്രിമിനൽ സൈക്കോളജി കുറച്ച് അധികം പഠിക്കാണ്ട്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇന്ന് 18ആണ്. ഇന്നലത്തെ ദിവസം കഴിഞ്ഞ് അതിന് ക്രോസ് ഇട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം പഠിക്കാം. ഇതാണ് നമ്മുടെ പ്ലാന്. എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം. പനിയായിട്ട് നമ്മൾ പൊടിയരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. 3 ദിവസമായിട്ട് ഈ പൊടിയരിക്കഞ്ഞിയാണ് ഞാൻ കുടിക്കുന്നത്. ഇതാണ് സർവൈവിന് സഹായിക്കുന്ന. എക്സാം ഒക്കെ കഴിഞ്ഞ സന്തോഷത്തിലാണ്. നമ്മൾ പൻസാരിക്ക് പോവാണ്. ഗേറ്റ് നമ്പർ 4 ജുമാനി ഉണ്ട്. അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നൊരേ മരുന്ന് തന്നെ തരും, എന്നാലും മരുന്ന് കിട്ടുന്നുള്ള ഒരു ആശ്വാസം. എൻ്റെ 6ാമത്തെ ദിവസമാണ്. എനിക്ക് കഫ ഇനി മാറിയിട്ടില്ല. ജുമാനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് സമ്മാനം. അപ്പോൾ നമുക്ക് അൻസാരി പോവാം. ഇതിവിടെ സ്റ്റുഡൻസിന് തന്നെ ഉള്ളതാണ്, ഫ്രീ ആണ്. നമ്മൾ നമ്മുടെ ID കാർഡ് കാണിക്കണം കേട്ടോ. ഇത് കാണാൻ പറ്റും, ഫാക്കൽറ്റി ഓഫ് ഡെന്റിസ്ട്രി ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതാ വരുന്നത്, ആ ബിൽഡിങ്ങിലാണ്. നേരെ നടന്നാലാണ് നമ്മൾ അൻസാരി എത്താം. ഇതാണ് ഡോക്ടർ MA അൻസാരി ഹെൽത്ത് സെൻറ്റർ, പിന്നെ ഹോസ്പിറ്റൽ. പിന്നെ അവിടെ എമർജൻസി ഉണ്ട്. നമ്മൾ ID കാർഡ് കൊണ്ടുപോകണം കേട്ടോ. ID കാർഡും കൊണ്ടുപോകണം നമ്മൾ കയറുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4:30 വരെയുള്ളൂ കേട്ടോ ഹോസ്പിറ്റൽ, വൈകുന്നേരം. പിന്നെ നമുക്ക് മരുന്ന് 4:30 വരെ തന്നെയാണ്, ഫാർമസി. പിന്നെ എമർജൻസി ഒക്കെ രാത്രിയൊക്കെ ആക്റ്റീവാണ്. കയറി പോയതും കൗണ്ടറിൽ നമ്മുടെ ID കാർഡ് കാണിക്കുക. അപ്പോൾ അവരൊരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ തരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ID കാർഡ് കയ്യിലെടുക്കണം, ഫോട്ടോ ഒന്ന് കാണിച്ചാൽ പോരാ. പിന്നെ അവിടെ തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, ഏതൊക്കെ ടൈമിലാണ്, ഏതൊക്കെ റൂം നമ്പർ ആണ്, ഏതാ ഡോക്ടർ എന്നുള്ള ഒരു അഡീഷണൽ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്താൽ അവരിങ്ങനെ ടോക്കൺ നമ്പറും പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സീലും വെച്ച് തരും. റൂം നമ്പർ 216 പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്പൊക്കെ കയറി അടുത്ത ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. തീരെ തിരക്കില്ല കേട്ടോ ഇവിടെ. പൊതുവേ നല്ല സീരിയസ് ആയിട്ടുള്ള വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അൻസാരിക്ക് ആരും വരലില്ല. ഹോളി ട്രിനിറ്റി ഉണ്ട് ഹോസ്പിറ്റൽ, പിന്നെ അപ്പുറത്തന്നെ അൽഷിഫി ഉണ്ട്. അതൊക്കെ പ്രൈവറ്റ് ആണ്, കുറച്ച് പൈസയാവും. ഇവിടെ ഒരു കണ്ണാടിക്കൂടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ഡോക്ടർ നോക്കുക. ഒരു കോണ്ടാക്റ്റും ഇല്ല, ഡോക്ടർ എഴുതുന്ന മരുന്നാണ്. ചെറിയ രീതിക്കുള്ളൊരു പനി ആയതുകൊണ്ടാണ് ഞാൻ MA അൻസാരിയിൽ വന്നത്. നല്ല സീരിയസ് ആണെങ്കിൽ അൽഷിഫയിലാണ് പൊതുവേ നമ്മൾ പോവല്. ഇതാണ് അൻസാരിത്തെ മരുന്ന് കൊടുക്കുന്ന സ്ഥലം, ഫാർമസി എന്നൊക്കെ നമ്മൾ പറയില്ലേ. പിന്നെ അവിടെ തന്നെ വെയിറ്റ് നോക്കണമൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് നോക്കാം, ഫ്രീ ആണ്. ചുമ്മാ വെയിറ്റ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ ഇത് അവിടെ നിന്ന് കിട്ടിയ മരുന്നാണ്. ടെമ്പറേച്ചർ നോക്കി 94.5 ഫാരൻഹീറ്റ്, കുഴപ്പമൊന്നുമില്ല. ഇത് കഫക്കെട്ടിനുള്ള മരുന്നാണ്. പിന്നെ ഇത് പാരസെറ്റാമോള്. പിന്നെ ഇതെന്തിനാ? ജലദോഷത്തിന്. ഇത് 2 നേരം കഴിക്കണം. ഇത് വന്നിട്ട് 3 നേരം, 3 ദിവസത്തിനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ എക്സാം തീർന്നു. ഞാൻ ക്യാമ്പസിലുള്ള വ്ളോഗ് എടുക്കാൻ മറന്നു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ നോട്ട്സാണ്. ഇതിലാകെ ഒരൊറ്റ ക്വസ്റ്റ്യനേ വന്നുള്ളൂ, ബന്ധുരാൻ്റെ ഈ ക്വസ്റ്റ്യനാണ് വന്നത്. ഇതാണ് അറ്റൻഡ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തതിൽ നോക്കാം. 18 കഴിഞ്ഞ് ഇന്നത്തെ എക്സാമും കഴിഞ്ഞു. പേഴ്സണാലിറ്റി ഇന്റേണൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ചയുള്ളൂ, നാളെ വെള്ളിയല്ലേ, ടൈമുണ്ട്. ഇത് നമ്മുടെ ഇന്നത്തെ ഫുഡാണ്. രാത്രി വിമാനുണ്ടാക്കിയ ചോറ്, പൈനാപ്പിൾ പുളിശ്ശേരി, ചിക്കൻ. ഇത് 50 രൂപക്ക് ഇവിടെ കിട്ടുന്ന ചിക്കനാണ് കേട്ടോ.
നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് സൈക്കോളജി അറ്റ് വർക്ക് എന്നുള്ളതാണ്. മാറ്റട്ടെ. ഫസ്റ്റ് യൂണിറ്റ് ആണ് സിലബസ്. അപ്പോൾ ഇത് പഠിക്കണം. ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നോട്ടൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ഇന്നൊരു പേപ്പർ പ്രസൻറ്റേഷൻ സബ്മിഷൻ ഉണ്ട്, ഫുൾ പേപ്പർ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പഠിക്കാം. സൈക്കോളജി അറ്റ് വർക്കാണ് ഇന്നത്തെ എക്സാം. ഇപ്പം ഉള്ളത് പേഴ്സണാലിറ്റി പീരീഡിലാണ്. സാറ് അറ്റൻഡൻസ് തന്നു. സാറ് പേഴ്സണാലിറ്റി സൈക്കോളജി ക്ലാസ് എടുത്തില്ല, നിങ്ങളിരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നത് ലാഭായി. അറ്റൻഡൻസും കിട്ടി, പഠിക്കാനുള്ള ടൈമും കിട്ടി. ഇതാട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്കുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി പഠിച്ചതാണ്, ഒന്നും കൂടി റിവൈസ് ചെയ്യാണ്. എക്സാം കഴിഞ്ഞു. 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ 2 അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക്. അങ്ങനെ ടോട്ടൽ 10 മാർക്കിന് ഇൻ്റർണൽസ് ആയിരുന്നു. കുഴപ്പമില്ല. സൈക്കോളജി അറ്റ് വർക്ക് പഠിച്ചതൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നമ്മുടേതായ ഒരു രീതിക്ക് എഴുതണം, അത്രേ ഉള്ളൂ. നാളെ വന്നിട്ട് കൗൺസിലിംഗ് ആണ്. അപ്പോൾ നമ്മൾ അപ്പോൾ കാണാം. ഓണപ്പരിപാടിൻ്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രോമോ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഈ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളിലാണ്. പോസ്റ്റർ പ്രിൻ്റ് ഔട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു എക്സാം വ്ളോഗ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓണം വ്ളോഗായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ജാമിയ ഓണം അല്ലെങ്കിൽ ഡൽഹി ഓണമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രോമോ വീഡിയോൻ്റെ ഷൂട്ട് നടക്കുന്നത് സെൻട്രൽ ക്യാൻറ്റീനിലാണ്. നമ്മൾ CC എന്ന് വിളിക്കുക. അമീനാണ് ഇതിൻ്റെ മെയിൻ ആക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോമോ വീഡിയോ റിലീസായിട്ടുണ്ട് സ്മൃതിൻ്റെ ഇൻസ്റ്റാ പേജിൽ. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടുനോക്കുക. ഹസനിക്കാന്റെ ബയോപിക് ആണ് വരുന്നത്. ഹലോ. അങ്ങനെ സൈക്കോളജി അറ്റ് വർക്ക് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ കൗൺസിലിംഗ് ആണുള്ളത്. അതിന് ഇനിയും പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോണേ ഉള്ളൂ. സമയം ഇപ്പോൾ 9:30 ആയി. രാത്രി 12 മണിക്കാണ് എക്സാം. അതുവരെ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് ക്രോസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ റിക്ഷയിലാണ് വന്നിട്ടുള്ളത്. റിക്ഷ ഇറങ്ങി നല്ല വണ്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. ഞാൻ അപ്പോൾ ക്യാമ്പസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 രൂപ കൊടുത്ത് റിക്ഷയ്ക്ക് അവിടെ ഇറങ്ങിയിട്ട് ക്യാമ്പസൊക്കെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതുണ്ട്, ഇല്ലെങ്കിൽ 15 രൂപ കൊടുക്കേണ്ടി വരും. ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേണ്ട ക്ലാസ്സിൽ പോയി എടുക്കണം. നല്ല സൗണ്ട്. നമ്മൾ ക്യാമ്പസ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എത്തി. ഇത് കൗൺസിലിംഗ് ആണ് എക്സാം. കുഴപ്പമില്ലാണ്ട് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്. ആദിൽ ചമ്പൻ വരുന്നുണ്ട്. എക്സാം വ്ളോഗാണ്. സോഷ്യോളജി ഫസ്റ്റ് ഇയർ. കുറേ കാലം ജാമ്യ ആഗ്രഹിച്ച് കിട്ടിയ വ്യക്തിയാണ്. പറഞ്ഞോ 2 വാക്കുകൾ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് പോണ്ട. ഏതാ ക്ലാസ് ഫസ്റ്റ് പീരീഡ്? സുംബുൽ മാമിൻ്റെ ക്ലാസ് അല്ല, അത് കഴിഞ്ഞു. ഉറുദുവും കഴിഞ്ഞു, ഇംഗ്ലീഷും കഴിഞ്ഞു. സുംബുൽ മാമിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വിശന്നപ്പം ഫുഡേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഇൻ്റർണൽസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇൻ്റർണൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി. ഇത് ആദിൽ ചമ്പൻ. ഒരാഴ്ച പനിയായിട്ട് ഞാൻ കിടന്ന് ഇപ്പോഴാണ് എണീറ്റിരിക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്യൂട്ട് ഡോഗിൻ്റെ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്യൂട്ടാണ്. എപ്പോഴും ഉറങ്ങിയിരിക്കും. നമ്മളെപ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കയറുമ്പോഴൊക്കെ ഉറങ്ങിയിരിക്കും. സ്ലീപ്പി ഡോഗ്. ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ പോവാണ്. 1 മണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ എക്സാമിന്. ഇന്നത്തെ എക്സാം കൗൺസിലിംഗ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ സബ്ജക്റ്റിന് വെച്ചും കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പവും. നമ്മൾ ഇത്രയും വർഷം പഠിച്ചു വന്നത് ഇതൊക്കെ തന്നെയാണ്. ഒക്കെയാണ് ടോപ്പിക്സ് വരുന്നത്. എല്ലാവരും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുടങ്ങിയിട്ടില്ല. ആയിഷും അൻസിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര പഠിപ്പാണ് അവര്. അൻസിയ പഠിച്ചൂടെ എക്സാം അല്ലേ? പഠിച്ച് എന്തെങ്കിലും ഇരുന്ന് പഠിച്ച്. എക്സാം കഴിഞ്ഞത് നമ്മൾ ഓണത്തിലോട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. എക്സൈറ്റഡ് ആണോ? ഇല്ല, രസമുണ്ട്. പട്ടുപാവാട കാണാൻ ഓണം വ്ലോഗ് ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. ഡ്രസ് റിവീലേഷൻ അതിലെത്തിയിട്ടുണ്ട്. എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാംസ് ഒക്കെ?
എക്സാം കുറച്ച് കൗൺസിലിംഗ് പഠിച്ചോ? രണ്ട് ടോപ്പിക് അല്ല വണ്ടിയല്ലേ എക്സാം എഴുതാൻ അല്ല? ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ജുമാന ഹൈദരാബാദ് കോൺഫറൻസിന് പോവാണ്. നാളത്തെ എക്സാം എഴുതണില്ല. ഓൾ ദി ബെസ്റ്റ് ജുമാന. ആങ്കർ മാനേജ്മെന്റ് അല്ലേ ബൈ പ്രോഫറ്റ് മുഹമ്മദ് ആണ്. ഫാത്തിമെന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അവള് ബർത്ത്ഡേക്ക് വ്ളോഗ് ചെയ്ത സെയിം ഡ്രസ് ഇട്ടിട്ടുള്ളത് അല്ലേ? അല്ലല്ല, അത് മഞ്ഞല്ലേ? അത് വൈലറ്റാ. പോവാ. കുഴപ്പമില്ല, ജുമാന പോയി ഗൈസ്. അറിയിച്ചാല് എന്റെ ഫോൺ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും. കൗൺസിലിംഗ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജഹറയിൽ വന്നിരിക്കുകയാണ്. ആയിഷ അൻസിയുണ്ട്. ഫാത്തിമ ക്വാർട്ടറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ക്വാർട്ടർ പറയുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുക, ഹാഫ് എന്ന് പറയുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി. ഇപ്പൊ ക്യാമ്പസൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിക്ഷ ഇറങ്ങി ക്യാമ്പസിലോട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്യാമ്പസിലോട്ട് പോവാം. ഇപ്പൊ സമയം 11:30 ആയിട്ടുള്ളൂ. 2:50 എക്സാം. നമുക്ക് റീഡിംഗ് റൂമിൽ ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കാം. 2:50 എക്സാം. ഇനിയും ടൈം ഉണ്ട്. ഞാൻ നേരെ ഇബിനിസിനെ കയറി. ഇബിനിസിന എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. റീഡിംഗ് റൂമാണ്, ഒരു വലിയ ഹാള്. നമുക്കവിടെ AC ഒക്കെ ഉണ്ട്. ഡൽഹിയിൽ ഇപ്പം നല്ല ചൂടാണ്, പുഴുങ്ങുന്ന ചൂടാണ്. അപ്പോൾ ഇങ്ങനെ AC-യിലൊക്കെ ഇരുന്ന് പഠിക്കാൻ ഒരു പ്രത്യേക സുഖം. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ നോട്ട് എന്ന് പറയുന്നത്. സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫോറൻസിക് ആൻഡ് ക്രിമിനലിൻ്റെ സ്കൂൾസ് ഓഫ് ക്രിമിനോളജി ഉണ്ട്, തിയറീസ് ഉണ്ട്, പിന്നെ ഒരു ക്രൈമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റീഡിംഗ് റൂം എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഒരേ ഒരു എയിമേ ഉള്ളൂ, അക്കാഡമിക്സ്. ഒരു ഫോക്കസ്ഡ് നെറ്റ് ജെറാഫിന് പ്രിപ്പയർ ആണ് ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ IAS-ന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. കോസസ് ഓഫ് ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഞാൻ പഠിച്ചത് കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എക്സാമിന്. ഇത്രയും നേരം റീഡിംഗ് റൂമിൽ ഇരുന്ന് പഠിച്ചപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഹൈദരാബാദി ബിരിയാണിയാണ്. 60 രൂപയാണ് ഈ ഒരു പ്ലേറ്റിന് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങളത് CC-യിലാണ്, സെൻട്രൽ ക്യാൻറ്റീൻ. ഏകദേശം ഒരു 1:15 ആയി ഫുഡ് കഴിക്കുന്ന ടൈമിൽ. ഇത് ക്രിമിനൽ എക്സാം ആണ്. എല്ലാവർക്കും ഒരു ക്രിമിനൽ ബിഹേവിയർ ഉണ്ടെന്ന്. നീരു നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. നീരുക്ക് വയ്യ, ഗൈസ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഹന ഫുള്ള് പഠിച്ചിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് ഓണപരിപാടിന്റെ സെഹല, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു ഫാത്തിമ എക്സാം? ഞാൻ 2 തിയറി പഠിച്ചു, 2 തിയറി എഴുതി. ഇവിടെ സൂപ്പറാട്ടോ. കമ്മലൊക്കെ കണ്ടില്ലേ? സരോജിനി 20 rupees. എക്സാം കഴിഞ്ഞ് എല്ലാവരും പോവാണ്. How was the exam? Just happened. Say hi. Wrong, not good. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ ഓണപരിപാടിയിലാണ്. എന്താണ് ഒരു അക്ഷരം ഉണ്ടെന്നില്ല. അങ്ങനെ നമ്മുടെ എക്സാം അവസാനിച്ചിരിക്കുകയാണ്. 24 ഇന്നലെ കഴിഞ്ഞു, 25 കഴിഞ്ഞു. കൗൺസിലിംഗ് ഇന്നലെ കഴിഞ്ഞതാണ്, ഇന്നിതും കഴിഞ്ഞു. അങ്ങനെ ഇന്റേണൽസ് 1 അവസാനിച്ചിരിക്കുകയാണ്. ടടാ.